കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, വി ഡി സതീശൻ കേരള കോൺഗ്രസിലെ എന്നത്തെയും മികവുറ്റ നേതാക്കളിൽ മുൻപിൽ നിൽക്കുന്നവർ. മുഖ്യമന്ത്രി എന്ന നിലയിൽ കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും ജനങ്ങൾ നെഞ്ചേറ്റിയതാണ്. എന്നാൽ വി ഡി സതീശന്റെ മുഖ്യമന്ത്രി പദവി 2 മാസം മാത്രം പിന്നിട്ടിരിക്കെ മികച്ച നിലവാരമാണ് പുലർത്തുന്നതെങ്കിലും വർഷങ്ങൾ പിന്നിടുമ്പോൾ മാത്രമേ യഥാർത്ഥ നിലവാരം അളക്കാനാകൂ. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ ആരാണ് മികച്ച മുഖ്യമന്ത്രി എന്ന പാറ്റേണിൽ നിന്നും നമുക്ക് മാറ്റി നിർത്തി കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും കുറിച്ച് ഇപ്പോൾ ഇവിടെ സംസാരിക്കാം. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്ന വ്യക്തിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 53 വർഷക്കാലമാണ് അദ്ദേഹം പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ നിലകൊണ്ടത്. പുതുപ്പള്ളിക്കാരുടെ ജനകീയനായ കുഞ്ഞൂഞ്ഞായിരുന്നു അദ്ദേഹം. കേരള ജനതയ്ക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹം വിലാപയാത്രയിൽ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാലും 2004 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദവിയിലേക്ക് കടന്നുവന്ന സാഹചര്യം ഓരോ മലയാളിയും ഓർക്കുന്നുണ്ടായിരിക്കും. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയെ പിന്നിൽ നിന്ന് കുത്തിയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദവിയിലേക്ക് കടന്നുവന്നതെന്ന പൊതുധാരണ നിലവിലുണ്ട്. തുടർന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 5 വർഷം കേരള മുഖ്യമന്ത്രിയായി അദ്ദേഹം അധികാരത്തിലിരുന്നു. ആ സമയത്ത് ജനകീയ നടപടികൾ തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണല്ലോ അക്കാലയളവിലെ ഒരു മാധ്യമ വാർത്ത ശ്രദ്ധേയമായത്. LDF അനുയായികൾ സോളാർ കേസിനെതിരെ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നതിനിടെ ഒരു വീട്ടമ്മ സ്വന്തം കുഞ്ഞിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് സമരക്കാർ തടസ്സമായപ്പോൾ ആ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഭരിച്ചു പോകട്ടെ, നിങ്ങൾക്കൊക്കെ എന്താ കുഴപ്പമെന്ന് ഉറക്കെ ചോദിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ തുടർച്ചയായ 7 വർഷ ഭരണ കാലയളവിൽ ജനങ്ങൾ അത്രമാത്രം സംപ്രീതരായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് തുടർഭരണം ലഭിച്ചില്ല എന്നത് ചിന്തനീയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിന്റെ ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരിൽ ജനകീയൻ ലീഡർ കെ കരുണാകരൻ തന്നെയെന്ന്. ലീഡർ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മക്കളും കേരളത്തിലെ ഓരോ സാധാരണക്കാരനും സുപരിചിതരും പ്രിയങ്കരുമാണ്. 4 തവണയാണ് കെ കരുണാകരനെ കേരള മുഖ്യമന്ത്രിയായി ജനങ്ങൾ തിരഞ്ഞെടുത്തത്. ലോക്സഭാ അംഗമായും രാജ്യസഭാ അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര വ്യാവസായിക വകുപ്പ് മന്ത്രിയായും കേരള ആഭ്യന്തരമന്ത്രിയായും തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചില വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉയർന്നുവന്നത് മാറ്റി നിർത്തിയാൽ ഇന്നും ലീഡർ മലയാളിക്ക് പ്രിയങ്കരൻ തന്നെ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗുരുവായൂരപ്പനും മിമിക്രിക്കാർക്ക് പോലും ഒരു കാലത്ത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നില്ല. ലീഡറിന്റെ ആ നരച്ച മുടിവെട്ടം കണ്ടാൽ തന്നെ കരഘോഷങ്ങൾ മുഴങ്ങുന്ന കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം, കേരളം ഇതുവരെ കണ്ടതിൽ മികച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരൻ തന്നെയെന്ന്.